അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു തൻവിത്ത്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിനെ അറിയുക. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്? ഇത് കേൾക്കുന്ന ഓരോ ആളുകളും സ്വയം ചോദിക്കുക, നാം അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുമോ? ഈ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അനസ് മുഹമ്മദ് എന്ന സഹോദരൻ്റെ ചില ചോദ്യങ്ങൾ, ചില കണ്ടെത്തലുകൾ ഇവിടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. നമ്മൾ ഈ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പം ലോജിക്ക് തപ്പി നടക്കുന്ന, തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കാണണേ. നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം, ലോജിക്ക് വേണം. അള്ളാഹുവിനെ പോലും ലോജിക്ക് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തണം എന്നതാണ് നമ്മുടെ വാശി. നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒന്നാണ് അള്ളാഹു എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ റബ്ബ് എന്ന് വിളിക്കുന്നത്? തികച്ചും ന്യായമായ ഒരു കാര്യമാണ് അനസ് മുഹമ്മദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ ദൈവമെന്ന കൺസെപ്റ്റ് പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഒറ്റയടിക്ക് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയും എന്നാൽ അള്ളാഹുവിൽ അണുമണി തൂക്കം വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അള്ളാഹു എന്ന് പറയുന്ന നമ്മുടെ ആരാധ്യനെ, അവനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അനസ് ചോദിക്കുന്നു, നാം എന്തിനാണ് അള്ളാഹുവിനെ റബ്ബ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം, പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെയാണ് നാം ആരാധിക്കുന്നത്, നാം ആരാധിക്കേണ്ടത്. ആ റബ്ബിനെ നിഷേധിച്ച് തള്ളുന്ന ആളുകളോടാണ് അനസിൻ്റെ ന്യായമായ ചോദ്യം. എന്നാൽ നമുക്കിവിടെ വിശദീകരിക്കുവാനുള്ളത് നിഷേധിച്ച് തള്ളുന്ന ഒരു കാറ്റഗറി മാത്രമല്ല, അതോടൊപ്പം പ്രതിപാദിച്ച 2-3 വിഭാഗത്തെ കൂടി നമുക്കിവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അനസ് മുഹമ്മദ് പറയട്ടെ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സൈസിൽ ഒതുങ്ങുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം ദൈവം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആക്ച്വലി ദൈവമല്ല, കേവലം നമ്മുടെ ജസ്റ്റ് ഇമാജിനേഷൻ മാത്രമായിരിക്കും അത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? നാം മനസ്സിലാക്കുന്ന, നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, നാം ചിന്തിച്ച ആ രൂപത്തിലുള്ള ഒരു സംഭവമാണ്, സംഗതിയാണ്, സംവിധാനമാണ് ദൈവമെന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അത് ദൈവമല്ല. കാര്യം എന്താണ്? നമ്മുടെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു റേഞ്ചേ അല്ല സാക്ഷാൽ ദൈവമെന്ന ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനപ്പുറം എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവമല്ലാത്ത എല്ലാം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും അതിൻ്റെ എല്ലാം ഉടമസ്ഥനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതിന് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം കേൾക്കും നിങ്ങൾ. ഒരു 5 വയസ്സുകാരന് ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഫിസിക്സ് തെറ്റായതുകൊണ്ടോ ഫിസിക്സ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, ആ കുട്ടിയുടെ തലച്ചോറ് അതിന് മതിയാവാത്തതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയല്ലേ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റബ്ബിൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കാം. നമ്മുടെ ഈ 3D ലോകത്തിൻ്റെ ലോജിക്ക് വെച്ചിട്ട് അതിനപ്പുറമുള്ള ഇൻഫിനിറ്റി പവറായിട്ടുള്ള അള്ളാഹുവിനെ അളക്കുക എന്നത് തന്നെ ഒരു ഫെയിലിയർ മിഷനാണ്. നമ്മുടെ ഈ ലോജിക്ക് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ലൈഫിനെ, ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ അതിനപ്പുറമുള്ള അള്ളാഹു എന്ന ഒരു സുപ്രീം റിയാലിറ്റിയെ അളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല അത് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പ്രിയമുള്ളവരെ, അദ്ദേഹം ഇവിടെ പറഞ്ഞ ആ ഒരു ഉദാഹരണം തന്നെ ധാരാളമാണ്. അതിന് വിശദീകരിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ചുരുക്കം ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ചെറിയൊരു ഉദാഹരണം. നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഉറുമ്പിന് 1 ഇഞ്ച് ദൂരം മാത്രമാണ് കാഴ്ചയുള്ളത്. ഒരു ഉറുമ്പ് നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് ചുറ്റളവിൽ മാത്രമാണ് ആ ഉറുമ്പിന് കാഴ്ചയുള്ളത്. ഒരു ഉറുമ്പ് 1 ഇഞ്ച് യാത്ര ചെയ്യുമ്പോൾ, നടക്കുമ്പോഴാണ് അടുത്ത 1 ഇഞ്ച് അതിന് കാണാൻ കഴിയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും മനസ്സിലാക്കുവാനും കണ്ടെത്താനും കഴിയാത്ത ചില സത്യങ്ങളുണ്ട്. പ്രപഞ്ച സത്യങ്ങൾ തന്നെയുണ്ട്. അതിനപ്പുറമാണ് പ്രപഞ്ചത്തിനപ്പുറം നിൽക്കുന്ന ദൈവമെന്ന കാര്യം. എന്നിട്ട് പോലും ആ ദൈവത്തെ നിന്ദിച്ചു തള്ളുന്ന ആളുകൾ, അവർ പലതരമുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി വരുന്നു പിറകെ. അനസ് മുഹമ്മദ് പറയട്ടെ. സൂര്യനെ നോക്കാൻ കണ്ണ് തന്ന അള്ളാഹു ആ സൂര്യന്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കാനുള്ള കപ്പാസിറ്റി ആ കണ്ണിന് തന്നിട്ടില്ല. എന്തുകൊണ്ട്? കണ്ണിന് പവറില്ലാത്തതുകൊണ്ടൊന്നുമല്ല, സൂര്യന് അമിതമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. ആ തിളക്കത്തിന് മുന്നിൽ നമ്മുടെ കാഴ്ച തോറ്റുപോകുന്നത് ആ സൂര്യന്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആണത്. എന്നിട്ടും നിങ്ങൾക്ക് തെളിവ് വേണം എന്നാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മില്യൺസ് ഓഫ് സെൽസ് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ, തളരാതെ, കോർഡിനേഷൻ നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് പിടികിട്ടാത്ത ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട് എന്ന് സമ്മതിക്കലാണ് റിയൽ ലോജിക്.
കാരണം നമ്മളൊരു പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പെയിൻറ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി നമ്മളാരും ലോജിക്ക് തപ്പിപ്പോവാറില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, നമ്മുടെ ലോജിക്ക് കൊണ്ട് സുപ്രീം റിയാലിറ്റി ആയിട്ടുള്ള അള്ളാഹുവിനെ അളക്കാൻ നിൽക്കരുത്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല അത്. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന വലിയ സുപ്രീം പവറിന് മുന്നിൽ അടിമകളായിട്ടുള്ള നമ്മൾ വിനയത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കുന്നതിന് പകരം ആ റബ്ബിനെ അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുക. ഡു ഇസ്തിഗ്ഫാർ ആൻഡ് റിപ്പന്റ് ഫോർ യുവർ സിൻസ്. ഇൻഷാ ഇൻഷാ. ഏറ്റവും വലിയ റിയാലിറ്റിയെക്കുറിച്ചാണ് അനസ് മുഹമ്മദ് ഇവിടെ വാചാലനായത്. ഒരു സുപ്രീം പവർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതൊരു മനുഷ്യനും സംശയമില്ല. അവൻ പുറത്തു പറയുന്ന നിഷേധാത്മക കുറിപ്പുകൾക്കും വാക്കുകൾക്കും അതീതമായിക്കൊണ്ട് അതിനപ്പുറം ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഇവിടെ സഹോദരൻ പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരു പെയിൻറ്റിങ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ ചിത്രം വരച്ച ഒരാളുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ബുദ്ധിയും ബോധമുള്ള ഒരു മനുഷ്യനും സംശയം ഉണ്ടാവില്ല. എന്നിട്ടും ആ പോസിറ്റീവ് എനർജിയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാതെ, തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാതെ വളരെ നിസാരമായിക്കൊണ്ട് നിഷേധിച്ചു തള്ളുന്ന മനുഷ്യ, മനസ്സിലാക്കുക, ഈ പ്രപഞ്ചം ശൂന്യതയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല എന്നുള്ള ആ യാഥാർത്ഥ്യം. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റഗറി, ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് എനിക്കെല്ലാം നൽകുന്നത്, ഞാൻ അർപ്പിക്കുന്ന ആരാധനകൾ അഖിലവും അള്ളാഹുവിനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും തെറ്റുപറ്റിയത്, അവർക്ക് ആ രക്ഷിതാവിനെ, ആ ലോക നിയന്താവിനോട് വഞ്ചന ചെയ്യേണ്ടി വന്നത്, നന്ദികേട് കാണിക്കേണ്ടി വന്നത് ഈ വിഷയത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ പരാമർശിച്ചത് മുഴുവൻ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും മേലങ്കിയണിഞ്ഞ ആളുകൾക്ക് മാത്രമുള്ള മറുപടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരോട് പറയുവാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കുവാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ ആരാധനകൾ അഖിലവും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കളങ്കം വരുത്തുന്ന, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവർ പറയാറുണ്ട്. ഞങ്ങൾ ദൈവമാണ് എന്ന് കരുതിയല്ല, ഞങ്ങൾ ഇലാഹാണ് എന്ന് കരുതിയല്ല എന്നൊക്കെ. ഇലാഹാണ് എന്ന് കരുതലല്ല, ഇലാഹാക്കലാണ്. എങ്ങനെയെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാനിലാണ് നാം ഉള്ളത്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയിൽ ഈ സാധുവിനെയും ഉൾപ്പെടുത്തണേ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.